കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ഒരു ഭാഗത്ത് ആദിവാസികളെ ഉപയോഗിക്കുകയും മറുഭാഗത്ത് ആദിവാസികളെ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ രക്ഷാധികാരിയുടെ ബോധത്തിൽ നിന്നല്ല എന്നുണ്ടത്. കോളയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതായിരുന്നു. അത് ഇവരിലൂടെ നടപ്പിലാക്കിയെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നഷ്ടപരിഹാരം എത്രയാണ്? 216 കോടി അല്ലേ? 216 കോടി ഉറുപ്പികയുടെ നഷ്ടപരിഹാരം വയ്ക്കുകയാണ്. ഇത് വാസ്തവത്തിൽ പിന്നെ നഷ്ടം നികത്തിക്കൊടുക്കാനായിരുന്നില്ല, ഇവരെ വ്യാമോഹിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കപ്പെടാനുള്ള ഒരു സ്ഥാപനങ്ങളാണ് ഈ നിയമസഭയും പാർലമെൻറ്റും പഞ്ചായത്തും. തുറന്നു പറഞ്ഞു അവൻ. എന്നാൽ ഡാമിൽ കൊണ്ടുപോയി അവന് പിടിയില്ലല്ലോ ഈ ഡാം ഇതാണ് മൊത്തത്തിൽ നിലാവ് വെളിച്ചം. രാത്രി ഞങ്ങൾ ഒരു 10-12 പേര് ഞങ്ങളുണ്ട്. ഓരോന്ന് രാഷ്ട്രീയമായി അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ വ്യക്തമാക്കും, ഞാൻ സ്പൈ വർക്കിന് വന്നതാണ്. ആരാവനെ സ്പൈ വർക്കിന് വിട്ടത്? തുടക്കത്തിൽ തന്നെയാണ് നമ്മളവിടെ പോയി ഇവരൊക്കെ കാണുകയുള്ളൂ. പിന്നെ മൈലമ്മയ്ക്ക് അതിൽ വളരെ സജീവമായിട്ട് ആദ്യമേ ഉണ്ടല്ലോ. കാരണം അവരൊക്കെയാണ് ഇതിൻ്റെ ഈ മറ്റേ കോളയുടെ വേലിയുടെ തൊട്ടടുത്താണ് ഇവരുടെയൊക്കെ വീട്, അവരുടെ കിണർ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കുറേ നല്ല മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ആളുകളാരും മോശമല്ലല്ലോ, നല്ല ഇതിലുണ്ട്. മൈലമ്മയ്ക്കൊക്കെ വളരെ ആവേശത്തോടു കൂടി ഇത് ഒരു തീർപ്പുണ്ടാക്കണതിൽ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി. അവർക്ക് വേറെ വലിയ വാക്കുകൾ പറയാനോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ നാട്ടിൽ എന്തോ ഒരു വിപത്ത് പിടികൂടപ്പെട്ടിരിക്കുന്നു, ഈ വിപത്ത് ഒഴിക്കണം എന്ന് മാത്രമാണ് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഏകീകരിക്കപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴേ അറിയാം മൈലമ്മ വളരെ മരണം വരെ നമ്മൾ അറിയാമല്ലോ. അവർ പിന്നെ സൂറിയാസിസ് വന്ന് ആയ സമയത്തൊക്കെ ഞങ്ങൾക്കറിയാം. എന്നിട്ട് അവസാനം മൈലമ്മയും രക്ഷാധികാരിയും തമ്മിൽ ഊക്കൻ തർക്കമായി. അയമനെ വളരെ വൃത്തികെട്ട ഭാഷയിൽ പിന്നെ ഇയാൾ പറയും, പിന്നെ വിമർശിക്കാൻ തുടങ്ങി. ഇയാളുടെ ഈ പോക്കും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശനം വന്ന് പിന്നെ ഈ മൈലമ്മയും വേണുവും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് വ്യാഖ്യാനിച്ച് മൈലമ്മ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് അത് കൈരളി ടി വിയും ദേശാഭിമാനി അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ വരെ നടന്നു. പിന്നെ ഒരു വലിയ ശത്രുവായി. ആ ശത്രുതയാണ് മൈലമ്മയുടെ മൃതശരീരം സമരപന്തലിലേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിക്കപ്പെടാതെ നിന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ആദിവാസികളെ ഉപയോഗിക്കുകയും മറുഭാഗത്ത് ആദിവാസികളെ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ രക്ഷാധികാരിയുടെ ബോധത്തിൽ നിന്നല്ല എന്നുണ്ടത്. കോളയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതായിരുന്നു. അത് ഇവരിലൂടെ നടപ്പിലാക്കിയെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊരു സമരവും അങ്ങനെ തന്നെയാണ്. സ്ഥലം, കാലം, സമയം ഇവനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിൽക്കുന്നത്. അതായത് കോള അവിടെ വന്ന് 4-5 കൊല്ലം ജലചൂഷണം നടത്തുകയാണ് പ്ലാച്ചിമടയിൽ. ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. കൊക്കോക്കോള വരുന്നു, അതിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ കൃഷിക്ക് ജൈവവളമാണ്. ആ ജൈവവളം കൃഷിക്ക് ഉപയോഗപ്പെടുന്നു. അതും ആരംഭകാലത്തൊക്കെ അത് വെറുതെ കൊടുത്തു കർഷകർക്ക്. കാരണം ഇത് വേസ്റ്റാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ഈ മൈദ പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള മൈദനെ കുതിരയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും അത്രേ. അപ്പോൾ കുതിരയ്ക്ക് വിശക്കൂല, പിന്നെ ആമാശയത്തിലേക്ക് തള്ളും. ഇന്ന് മൈദ നമുക്ക് പൊറോട്ട രൂപത്തിലാണ് വരുന്നത്. 3 ലോക രാജ്യങ്ങളിൽ ഏറ്റവും രുചികരമായ വിശിഷ്ടമായൊരു ഭക്ഷണമാക്കി നമ്മളെ ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രോഗിയായിട്ട് തീർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വേസ്റ്റിനെ അതിസമർത്ഥമായിട്ട് അവരെന്ത് ചെയ്തു? ജൈവവളമാക്കി കർഷകൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്തു. കർഷകരിത് ഫ്രീ കിട്ടുന്നതാണല്ലോ, വാങ്ങിച്ച് കൃഷിയിൽ മൊത്തം കിട്ടും. തെങ്ങിൽ, അതുപോലെ നെൽകൃഷിയിൽ, തെങ്ങിലാണ് കൂടുതലും ഇട്ടത്. ആ മേഖലയിൽ ഈ തെങ്ങും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് മുഴുവനും മഴ പെയ്ത് 4-5 കൊല്ലത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. ഇത് മുഴുവനും പിന്നെ മണ്ണിലേക്ക് ഇറങ്ങി കിണറുകളിലേക്ക് കയറി മൊത്തം മലിനമായി.
ഒരു 50% മലിനമായ ഇടത്ത് ഇതും കൂടി ആയപ്പോൾ 100%. ഇങ്ങനെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്കൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അനുഭവിച്ചു. ആ അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനൊരു സമരത്തിലേക്ക് ആളുകൾ തിരിയുന്നത്. അതൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ അത് ഈ ഇപ്പോൾ നമ്മുടെ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതുകൂടി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലവരല്ല എങ്കിൽ അത് മോശമാണെന്ന് തെളിയിക്കപ്പെടും. ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലവരാണെങ്കിൽ അത് നല്ലതാണെന്നും തെളിയിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ സമരവും സമരത്തിൻ്റെ ലക്ഷ്യവും ഒക്കെ ശരിയാണ്. പക്ഷെ നയിക്കുന്നവർ കൊക്കക്കോളയുടെ ഏജൻ്റ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഈ കണ്ട ജനങ്ങൾ മുഴുവനും എത്ര മഹത്തരമായിട്ടാണ് ആ സമരത്തെ കണ്ടത്, എത്ര ആത്മവിശ്വാസത്തോടെയാണ് അത് നേരിട്ടത്. പിന്നീട് ഈ സമരത്തെ ശത്രുവിനെ കൂടി ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഈ പാളയത്തിലേക്ക് കൊണ്ട് സമരത്തെ കെട്ടി. ഇപ്പം നഷ്ടപരിഹാരത്തിൻ്റെ ഒരു കഥ പിന്നീട് വ്യാമോഹിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് നഷ്ടവും പരിഹാരം എന്ന് പറയുന്നത് കോളയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ്. നഷ്ടപരിഹാരം എത്രയാണ്? 216 കോടി അല്ലേ? 216 കോടി ഉറുപ്പികയുടെ നഷ്ടപരിഹാരം വയ്ക്കുകയാണ്. ഇത് വാസ്തവത്തിൽ പിന്നെ നഷ്ടം നികത്തിക്കൊടുക്കാനായിരുന്നില്ല, ഇവരെ വ്യാമോഹിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വ്യാമോഹിപ്പിച്ച് നിർത്തി. ഇപ്പം നമ്മൾ പറയുന്നത്, നമുക്ക് നിങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ നമ്മളും ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് AC മുറികളിലോ പാലക്കാട് നഗരത്തിലെ അല്ല നമ്മൾ ചർച്ച, ഈ കമ്പനി മുറ്റത്ത് ഈ കോളയുടെ പടിക്കൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് നമ്മൾ വെച്ചത്. മനസ്സിലായില്ലേ? അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഇവരുടെ തന്നെ പ്രതിനിധിയായിട്ടാണ് കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ രക്ഷാധികാരി ഉൾപ്പെടെ പലരെയും ശീതീകരണ മുറിയിലിരുത്തിയിട്ട് പിന്നെ ചർച്ച നടത്തുന്നത്. ഇതൊന്നും സമരസമിതിയുടെ അറിവിലായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മൊത്തം കൂട്ടി വായിക്കുമ്പോൾ ഈ അനുഭവങ്ങളെ കൂടി പരിഗണിച്ച് എടുത്തിട്ടാണ് ഞാനിത് പറയുന്നത്. വ്യക്തമാണ്. അതുകൊണ്ട് 216 കോടിയുടെ നഷ്ടവും ലഭിക്കാൻ പോയില്ല, നഷ്ടം തന്നെയാണ് പരിഹാരമായത്. ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തിരഞ്ഞെടുപ്പുകളിൽ തന്നെ ഇത് വോട്ടാക്കി മാറ്റി ഇവരൊക്കെ. ഇതേ രക്ഷാധികാരി അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മാറും. കോളനിയിൽ മൊത്തം മദ്യം കൊണ്ട് ഇറക്കി കൊടുക്കുന്നു. UDFൻ്റെ ഭാഗമായി വിൽക്കുന്നു വോട്ട്, LDFന് വോട്ട് വെക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ അടിമയായ ജനങ്ങളെ വീണ്ടും കുറച്ചും കൂടെ അടിമയെ പുതുക്കി അടിമയാക്കുക എന്നുണ്ടല്ലോ, പുതുക്കി കൊടുക്കുക പറയും. നമ്മൾ ഒരു ആഭരണം പണയം വെച്ചാൽ അത് എടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും ഒരു 5000 ഉറുപ്പിക കൊടുത്ത് ഇത് പുതുക്കി വയ്ക്കും എന്ന് പറഞ്ഞ പോലെ ഇതിനെ വീണ്ടും അവർ പുതുക്കി കൂടുതൽ അടിമയാക്കി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ കൊക്കക്കോള ഇപ്പോൾ കൃഷ്ണൻകുട്ടിയൊക്കെ ഇതിന് അനുകൂലിച്ച് വന്നത്, അയാളെ എതിർക്കും അവരുടെ പിന്നെ കാൽ ചൂട്ടിൽ മണ്ണും ചോർന്നു പോയി. അവർ ഇവിടെ അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. കോളയുടെ ഏജൻറ്റുമാരാണെന്ന് വന്നു. ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നഷ്ടപരിഹാരത്തുകയും ഒക്കെ ആളുകളെ, ഇനി നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിക്കണം, ഞങ്ങൾ പിന്നെ സർക്കാരിൻ്റെ വക്താക്കളാണ്, മന്ത്രിയാണ്, MLA ആണ്, ജനപ്രതിനിധികളാണെന്നുള്ളൊരു കൾട്ട് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ആളുകളും അതിൽ മയങ്ങി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം ഇത് ഒരു നഷ്ടപരിഹാരം. നമുക്കറിയാലോ പിന്നെ മധ്യപ്രദേശിലെ ഭോപ്പാൽ വാതക ദുരന്തത്തെക്കുറിച്ച് അല്ലേ, നമ്മളൊക്കെ കേട്ടതാണ്. എന്നിട്ട് ആ വാറൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന തെമ്മാടിയെ വിമാനത്തിൽ കയറ്റി അയച്ച ആളാണ് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ആൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു. അവിടെ പിറക്കുന്നവർ മുഴുവൻ അംഗവൈകല്യമുള്ളവരായി മാറി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്നിട്ട് അവിടെ ലോക കോടതിയിൽ പോലും ഇത് ചോദ്യം ചെയ്തിട്ട് ഒരു നയാ പൈസ നഷ്ടപരിഹാരമായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, കൊല്ലപ്പെട്ട മനുഷ്യർക്ക്, അവിടുത്തെ ഗ്രാമവാസികൾക്ക് ലഭ്യമായിട്ടില്ല.
അപ്പോൾ ഈ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കപ്പെടാനുള്ള ഒരു സ്ഥാപനങ്ങളാണ് ഈ നിയമസഭയും പാർലമെൻറ്റും പഞ്ചായത്തും. അതിൻ്റെ അമഞ്ഞ വക്താക്കളാണ് ഈ ജനപ്രതിനിധികൾ. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, കൊക്കോ കോളയുടെ ഭൂമി ഈ നട്ടപരിഹാരവുമില്ല, ഒന്നുമില്ല, സർക്കാരിന് സറണ്ടർ ചെയ്തു ഭൂമിനെ. എത്ര ഏക്കറാണ്? 38 ഏക്കർ സർക്കാർ സറണ്ടർ എടുത്ത് അവൻ സുന്ദരമായിട്ട് തടിയൂരിയിട്ട് പോയി. എവിടെ സമരസമിതി? എവിടെ കൃഷ്ണൻകുട്ടി? എവിടെ പിന്നെ പിണറായി വിജയൻ? എവിടെ സ്വദേശ രാജ്യസ്നേഹം പറയുന്ന നരേന്ദ്രമോദി? അതിൻ്റെ കാരണം ഇവരുടെ കുഴപ്പമല്ല. ഈ കോർപ്പറേറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോർപ്പറേറ്റ് സേവകരാണ് ഇവരൊക്കെ. ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും, അച്ചാരം പറ്റുമ്പോൾ കോർപ്പറേറ്റുകളുടെ ഭാഗം നിൽക്കുകയും ചെയ്യും ഇവർ. ഈ തരത്തിലുള്ള വഞ്ചനാപരമായ നിലപാടാണ് ഈ സമരത്തിൻ്റെ ഒരു പാഠം, നല്ല പാഠം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, പ്ലാച്ചിമട സമരത്തിൽ ഞാൻ ചെറുപ്പക്കാരികളും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇറങ്ങി വന്ന ആവേശോജ്വലമായിട്ടുള്ള ഞാൻ ആ ബോർഡ് തകർക്കുന്നത് ഉൾപ്പെടെ പറഞ്ഞില്ലേ, ഇവിടെ പത്രം കത്തിച്ചത് ഉൾപ്പെടെ ഞാൻ സൂചിപ്പിച്ചില്ലേ, അവിടെ കോളയുടെ ഈ വേസ്റ്റ് വാരിയിട്ടൊരു ദിവസം അവിടെ ഒരു സമരം പ്ലാച്ചിമടയുടെ മുമ്പിൽ. ഇതൊക്കെ ഇളക്കി ഇത് വരാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ഞാൻ അവരുടെ ഒരു അവബോധത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ. അവർ ഏതാണോ ശരി ആ ശരിയിലപ്പെടുക്കും. ഞാൻ നേരത്തെ ലെനിൻ പറഞ്ഞ പോലെ നദിയിലെ ജലം പോലെയാണ് ആ മനുഷ്യർ. അവർക്ക് ഇപ്പോൾ ഏതാണ് എന്താണ് അങ്ങനെയുള്ളത്. നിങ്ങളാണ് ശരി, നിങ്ങളെ ഇപ്പോൾ എന്നേക്കാൾ പഠിച്ച ആളാണ് നിങ്ങൾ. അപ്പം ഞാനൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ എന്നേക്കാൾ പഠിച്ച ആളാണ്, പഠിച്ച ആൾക്ക് വിവരമുണ്ടെന്നാണ് നമ്മളൊക്കെ ധരിക്കുക എന്ന് പറയുമല്ലോ. ഈ ധാരണയാണ് ആദിവാസിക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദിവാസികൾ എല്ലാ കാലത്തും ചൂഷണത്തിന് ഇരകളാവുന്നത്. ഇത് തന്നെയാണ് അവിടെ ഉണ്ടായത്. ആ ആദ്യത്തെ ഇളകി മറിഞ്ഞ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരു സമരസമിതി ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റക്കെട്ടായിരുന്നു. ഒരു രക്ഷാധികാരി ഉണ്ടായിരുന്നുള്ളൂ, ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതെങ്ങനെയാണ് പല വിധത്തിൽ. ഞാൻ പറഞ്ഞ ഈ മാർജിൻ മാച്ചുകളെന്നൊന്നും ഞാൻ സൂചിപ്പിച്ചല്ലോ ഇല്ലേ. അപ്പോൾ ഈ കൊള സമരത്തിൽ ഈ ഫണ്ടിങ് ഏജൻസികളുടെ ചരടുവലികളാണ് അതിനും ഭീകരമായിട്ട് അവിടെ നിന്നത്. അന്ന് ഞങ്ങൾ ഇറങ്ങിയ ഒരു വിമോചനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മാസിക അന്നുണ്ടായിരുന്നു. ഈ വിമോചനത്തിലത് ഞങ്ങൾ ഈ തലക്കെട്ടോടു കൂടിയാണ് അതിൻ്റെ ലേഖനം ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കുന്നത്. കോള സമരത്തിൽ ഫണ്ടിങ് ഏജൻസികളുടെ ചരടുവലി എന്ന് പറഞ്ഞിട്ട് അന്നൊരു ഈ ഫണ്ടിങ്ങിനെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒഴുക്കിനെക്കുറിച്ചൊക്കെ അന്ന് മാധ്യമത്തിൽ ജയപ്രകാശോ അദ്ദേഹം തുടർച്ചയായിട്ട് അന്ന് ലേഖനങ്ങൾ എഴുതുമായിരുന്നു, വാരികയിൽ കേട്ടോ. അപ്പോഴാണ് ഈ ഇത്തരം ഫണ്ടിങ് ഏജൻസികൾ എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ആവണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ സർവേ തന്നെ നടത്തുകയാണ്. ഉദ്യോഗസ്ഥരെ വിട്ടിട്ട് കോളയുടെ പ്രൈവറ്റ് സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ വീടുകളിലും പോയിട്ട് ഇതിനെക്കുറിച്ചിട്ട് സർവേ. ഇതെന്തോ നമുക്ക് അനുകൂലമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. നമ്മളുടെ മനസ്സിലിരിപ്പ് എന്താണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളുടെ സമരത്തോടുള്ള നിങ്ങളുടെ അടുപ്പം എന്താണ്, ഇത് മനസ്സിലാക്കി ഒരു മനഃശാസ്ത്രപരമായ ഇതെടുക്കലാണ്. ഒരു ദിവസം ഈ തുടക്കത്തിലാണ് ഞങ്ങളവിടെയൊക്കെ പോയി സമരസമിതിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുത്തനാണ് ഒരു പയ്യൻ വളരെ ജെന്റിൽമാനായിട്ട് വന്നിട്ട്, അപ്പോൾ സമര പന്തലിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇപ്പം താങ്കൾ ക്ഷണിച്ചിട്ട് വന്നു, ഇനിയിപ്പോൾ ഞാൻ ക്ഷണിക്കേണ്ടത് ഞാൻ ഇന്ന ആളാണ്, ഇതിനു വേണ്ടി വന്നതാണെന്നൊക്കെ നമുക്ക് പറയുമ്പോൾ മനസ്സിലാകും. ഇവൻ അവിടെ വന്ന് വലിയ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പോകും. എല്ലാവരും ഞങ്ങൾ മനസ്സിലാക്കും, പഠിക്കും, എങ്ങനെയാണ് ഇവൻ എന്തിനു വന്നു, ഏതിനു വന്നു, ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇടപെടുക. ഒരുത്തരെ പിടിച്ച് അവൻ ഈ പറഞ്ഞ പോലെ ഒരു ജെന്റിൽമാനാണ്. നേരെ അവിടെ കമ്പാൽത്തറ ഡാമിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരത്ത് ഡാമിൽ പോയിട്ടുണ്ടോ? സ്വാമിനാഥൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ ഡാം. അപ്പോൾ ഡാം ഇങ്ങനെ വേനലായ വെള്ളം വലിഞ്ഞ് ഇവിടെ അങ്ങനെ വിശാലമായി ഇങ്ങനെ ഉണ്ടാവും. നേരെ അവിടെ കൊണ്ടുപോയി അവനെ കൊണ്ട് ഉരിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ സമരത്തിന് വന്നതല്ല, ഞാൻ സ്പൈ വർക്കിന് വന്നതാണ്.
തുറന്നു പറഞ്ഞു അവൻ. കാരണം ഈ ഡാമിൽ കൊണ്ടുപോയി അവന് പിടിയില്ലല്ലോ, ഈ ഡാം ഇതാണ് മൊത്തത്തിൽ നിലാവ് വെളിച്ചം, രാത്രി ഞങ്ങൾ ഒരു 10-12 പേര് ഞങ്ങളുണ്ട്. ഓരോന്ന് രാഷ്ട്രീയമായി അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ വ്യക്തമാക്കുന്നത്, ഞാൻ സ്പൈ വർക്കിന് വന്നതാണ്. ആരാവനെ സ്പൈ വർക്കിന് വിട്ടത്? ഇനി മേലെ പ്ലാച്ചിമടയിൽ കാല് കുത്തിയതിൻ്റെ കാല് ഞങ്ങൾ വെട്ടിക്കളയുന്നു വേണ്ടിയാണ് അവന് പറഞ്ഞു വിട്ടത്. ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആരാണോ അവൻ? ആരല്ലാണ്ട് ഇപ്പോൾ ആരാ വരുന്നത്? ഈ ഫണ്ടിങ് ഏജൻസികൾ ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്? ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ അവിടുത്തെ ജനത എപ്പോഴും, അവിടുത്തെ അല്ല ഏത് ജനതകളും അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഡെമോക്രസിൻ്റെ വാള് പോലെയാണ്. അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ഏത് ജനതയും സജ്ജരാകും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടക്കുന്ന നമ്മുടെ ആശാ സഹോദരിമാരുടെ സമരം, അവരെന്തെങ്കിലും സമരത്തിൽ പോയവരാണോ? പക്ഷേ അവർ കടലാസിൽ തീപിടിക്കും പോലെ ആയില്ലേ? അവരിപ്പോൾ വലിയ ആർജവമായില്ലേ? അതാണ് അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്ലാണ്ട് സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ സമരം ചെയ്തവർ എല്ലാ കാലത്തും അതിൻ്റെ കുത്തകയും വക്താക്കളാവണമെന്നില്ല. ഏത് ജനങ്ങളുടെയാണോ ജീവിതം വഴിമുട്ടുന്നവർ, ആ ജനത സമരമായിട്ട് മുന്നോട്ട് പോകും. അതിനാരുടെയും ശുപാർശയും സപ്പോർട്ടൊന്നും വേണ്ട. അല്ലെങ്കിലോ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ട ഏതെങ്കിലും ചെങ്കൊടിക്കാരോ ഏതെങ്കിലും കാവിക്കൊടിക്കാരോ പച്ചക്കൊടിക്കാരോ നീലക്കൊടിക്കാരോ ഒന്നുമില്ലല്ലോ. അവർ കണ്ടെത്തിയ മാർഗത്തിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം അവർ ഉന്നയിക്കുന്നത് ശരിയാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ പ്രശ്നമാണ് എന്നതുപോലെയാണത്. നമ്മൾ പ്ലാച്ചിമടയിലെ ജനത ഈ കഠിനാഷ്ട്രീയ കളി എല്ലാ കാലത്തും അവരെ ഈ പുട്ട് കുറ്റിയിലിട്ടിട്ട് ഇങ്ങനെ പീച്ചിയെടുക്കില്ലേ, എന്താണ് നൂൽപുട്ട് എന്ന് പറയും ഞങ്ങളുടെ ഇടിയപ്പം, നിങ്ങളൊക്കെ ഇടിയപ്പം എന്ന് പറയുന്ന സാധനം, ഇതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ പീച്ചും പോലെ ഓരോ ജാഥകളിലും ബസ് കൊണ്ട് നിർത്തും, 50-100 ആളെ കയറ്റും, അവിടെ കൊണ്ട് ഇറക്കും, അവിടെ നിന്ന് കയറ്റും, ഇവിടെ കൊണ്ട് തള്ളും. വോട്ട് വരുമ്പോൾ അങ്ങനെ കയറ്റും, ബൂത്തിൽ കൊണ്ടുപോകും, വോട്ട് ചെയ്യിപ്പിക്കും, അവിടെ കൊണ്ട് ഇറക്കും. ഈ ജനതയാണ് ഒരു വലിയ കോർപ്പറേറ്റ് ഭീമനെതിരായിട്ട് സമരം വരുന്നത്. പക്ഷേ ആ സമരത്തിൻ്റെ ക്രെഡിബിലിറ്റി ആദിവാസിക്ക് നൽകാൻ പാടില്ല. ഇതാണ് അതിൽ കടന്നു വന്ന മുഴച്ചു നിന്ന പ്രശ്നവും. ഇപ്പോൾ ഘാട്ടും കാണാച്ചരടും എന്ന് പറയുന്ന പുസ്തകം എഴുതിക്കൊണ്ടാണ് എം പി വീരേന്ദ്രകുമാർ നമ്മളൊക്കെ ആദ്യം ഇത് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള ഈ ബഹുരാഷ്ട്ര കുത്തകകളുടെ താല്പര്യങ്ങൾ, ജനങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് അകന്നു പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിമനോഹരമായ ഒരു പുസ്തകമാണ്. ഞാൻ നേരത്തെ കടമ്മനിട്ടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹവും MLA ആയില്ലേ, എന്തുകൊണ്ട് അയാൾ ഇങ്ങനെയായി നിങ്ങൾ ചോദിക്കുമോ? അതുതന്നെയാണ് വീരേന്ദ്രകുമാർ ഉണ്ടായത്. അവർ എഴുതും, അവർ പറയും, അവർ പ്രസംഗിക്കും, പക്ഷേ നിലപാട് പിന്തിരിപ്പൻ രാഷ്ട്രീയ നിലപാടാണ്, കോർപ്പറേറ്റ് സേവയാണ്, മുതലാളിത്ത താല്പര്യമാണ്. അതന്നെ അതിൻ്റെ പ്രശ്നം. നമ്മൾ വലിയ കാര്യത്തിൽ ലൈസൻസ് എന്ന് പറയും. ഒരു അപ്പിക്കടലാസിൻ്റെ വില പോലും നൽകാത്തതാണ് അവർ ലൈസൻസിന്. പിന്നെ പേരിന് നമ്മൾ ലൈസൻസ്, ഇപ്പോൾ ബസ്സിൽ കയറിയാൽ നിങ്ങൾ ടിക്കറ്റ് കൊണ്ട് കണ്ടക്ടർ വരില്ലേ, നിങ്ങൾ ടിക്കറ്റ് വാങ്ങാത്തതിൻ്റെ കുഴപ്പമാണ്. കാശ് തരാനാണ് ടിക്കറ്റ് അല്ലേ? കാശ് തന്നോ എന്ന് ചോദിക്കുന്നത് ഒരു മോശമാണ്. പക്ഷേ ലക്ഷ്യം കാശാണ്. അപ്പോൾ ടിക്കറ്റ് കിട്ടിയോ ചോദിക്കും. നമ്മൾ വിചാരിക്കുമോ ടിക്കറ്റ് കിട്ടിയ പൈസ കൊടുക്കേണ്ട, ഇനി മിണ്ടാതിരിക്കാമെന്ന്. അതുതന്നെയാണ് അവിടെയും നടന്നത്. ലൈസൻസ് ഒരു അപ്പിക്കടലാസിൻ്റെ, നമ്മളത് അന്നേ പ്രഖ്യാപിച്ചാണ് അവിടെയൊക്കെ യോഗത്തിൽ പോലും. ഒരു അപ്പിക്കടലാസിൻ്റെ വില പോലും അവർ ഈ ലൈസൻസ് ഉണ്ടായിട്ടാണ് ഇവിടെ പലതും ചെയ്യുന്നത്. ഇവിടെ ഏത് സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തിട്ട് ഇത് നടപ്പിലാക്കുന്നു? പാവപ്പെട്ടവൻ്റെ, ദരിദ്രൻ്റെ, ചെറുകിട കുടിൽ വ്യവസായക്കാരൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരുത്തൻ മിണ്ടിയോ? എന്നാൽ ഈ കോർപ്പറേറ്റുകാരുടെ, മുതലാളിമാരുടെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ എന്ത് ഇനി മനുഷ്യന് പിഴിഞ്ഞിട്ട് അവർ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ ആരും ചോദിക്കില്ല. മനുഷ്യന് അതിനകത്തിട്ടിട്ട് യന്ത്രത്തിലിട്ടിട്ട് ചതച്ച് ജ്യൂസാക്കി കൊടുത്താലും ഒരുത്തനും ചോദിക്കില്ല. അത് തൊഴിലിൻ്റെ ഭാഗമാണ്, അത് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഈ ദല്ലാളന്മാർ ഉരുവിട്ടുകൊണ്ടേയിരിക്കും.